കേരളത്തിൽ ഇന്ന് കണ്ണൂർ വെച്ചുണ്ടായ ആക്രമണം ശ്രീമതി വീണ ജോർജ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ നിരന്തരമായി നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളുടെ തുടർച്ചയാണ്. വനിതാ മന്ത്രിക്ക് നേരെ എന്നല്ല, ഒരു മന്ത്രിമാർക്കായാലും ഏത് ജനാധിപത്യ സംവിധാനത്തായാലും ശാരീരികമായി ആക്രമിക്കുന്ന പ്രതിഷേധമല്ല. അതിന് പറയുന്നത് തീവ്രവാദ ആക്രമണമോ ഗുണ്ടായിസോ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ദിവസമല്ല, കഴിഞ്ഞ ദിവസം അവരുടെ വീട് കയറി ആക്രമിച്ചു. തിരുവനന്തപുരത്ത് അവരുടെ വീട്ടിൽ പോയി റീത്ത് വെച്ചു, പ്രതിഷേധം നടത്തി, ഇങ്ങനെ കാര്യങ്ങൾ നടത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കേരളത്തിലെ മന്ത്രിമാരൊന്നും ഇസഡ് കാറ്റഗറി പിന്നെ അങ്ങനെ അല്ലെങ്കിൽ 10 ബ്ലാക്ക് കാറ്റുകളെ കൊണ്ടല്ല നടക്കുന്നത്. നമ്മളെല്ലാവരും വഴി കൂടെ നടക്കുന്നവരാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലയിൽ ഈ പറഞ്ഞ ആളുകളെക്കാൾ ഒട്ടും മോശമല്ല. ഇത്തരം സംഗതികൾ വലിയ സമരം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വഴിക്കൂടി നടക്കുമ്പോൾ എവിടുന്നും ചാടി വന്ന് അക്രമം കാണിക്കുന്ന തോന്നിയാസത്തിന് വേണ്ടി ആളുകളെ പറഞ്ഞു വിടുന്നത് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലാണ്. വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും ശ്രീ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നവർ മനസ്സിലാക്കിയിട്ട് എന്ത് അക്രമത്തിലേക്ക് പോവുകയാണ്. അതല്ലാതെ ഇത് ആസൂത്രിതമായി 4 KSUക്കാർ പോയതൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുന്നു. അസംബ്ലിയിൽ ഇരിക്കാൻ പോലും തയ്യാറാവാതെ, പറയേണ്ട കാര്യങ്ങൾ അസംബ്ലിയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാവാതെ വഴിനീളെ ഇറങ്ങി നടന്ന് അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുന്ന യാതൊരു സംശയമില്ല. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പത്രപ്രവർത്തകരുടെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും വാർത്തയോ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന സ്ഥിതിയിലേക്ക് വരും. ഇത് ഒരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം തകർക്കുകയും ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തകരാണ് KSU എന്ന് പറഞ്ഞു വന്നതെന്ന് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരല്ല. അവരൊക്കെ പല സമരത്തിനകത്തും എവിടുന്നേലും കൊണ്ടുവരുന്ന വാടകയ്ക്ക് കൊണ്ടുവരുന്ന ഗുണ്ടകളെ പോലെ ആളുകൾ ചാടി വന്ന് ചെയ്യുന്നതാണ്. അക്രമത്തിനായി സ്ഥിരമായ ടീമിനെ അവർ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനൊരു സ്ഥിതിയിലേക്ക് കേരളം പോകുന്നത് എത്ര അപകടകരമാണെന്ന് ആലോചിക്കണം. ഇത് കേവലം ഒരു മന്ത്രിയുടെ നേരെയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്രതിനിധിയുടെ നേരെ വരുന്നതല്ല. നാട്ടിൽ ലോലെസ്നെസ് ഉണ്ടാക്കുന്ന എന്ത് വൃത്തികേടും കാണിക്കുന്നതിന് തയ്യാറാവുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ വന്നിട്ടില്ല. എത്ര വിവാദം ഇപ്പോൾ ഒന്ന് കോടതി കിടക്കുന്ന കാര്യങ്ങളുണ്ട്. എന്തും കാണിക്കാൻ തയ്യാറാവുക, എന്തും ചെയ്യാൻ തയ്യാറാവുക, അതിന് കുറേ ഗുണ്ടകളെയും ഗുണ്ടായുസം കൊണ്ട് നടത്തുക, അതിനെയൊക്കെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. ഇതല്ലാതെ കുറച്ച് എവിടുന്നേലും വന്ന് കുറച്ച് ആളുകൾ ചെയ്തതായിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അത് വളരെ മോശമായ കാര്യമാണ്. പ്രത്യേകിച്ച് വനിതാ മന്ത്രിമാർ ആരായാലും, ഞാൻ പറഞ്ഞു, MLA മാരും മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ കേരളത്തിലെ അത്രയും സ്വതന്ത്രമായി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമുണ്ടോ? മറ്റ് സ്റ്റേറ്റുകളിൽ പോയി നോക്കണം. അവിടെയൊന്നും ഇങ്ങനെയല്ല. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക തരത്തിൽ ചുമതലയുള്ള മന്ത്രിമാർക്ക് നേരെ ഉൾപ്പെടെ പോലും ഇങ്ങനെ വന്നാൽ നാളെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഇവിടെ സമുദായ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, മറ്റുള്ളവരുണ്ട്. അപ്പോൾ ഈ ആളുകളെ ഭീഷണിപ്പെടുത്തി എന്ത് ഗുണ്ടായുസം കാണിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അഴിച്ചുവിടാമെന്നാണ് അവർ ധരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങേയറ്റം മോശമായ കാര്യമാണ്. എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ തടവിട്ട് പറയണം. പല സ്ഥലത്തും നടത്തുന്ന പോലെ കേരളത്തിൽ ഈ എന്ത് ഗുണ്ടായുസവും തോന്നിയാസവും കാണിക്കാൻ തയ്യാറാവുന്നവരെയൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഇടപെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പാർട്ടിക്കകത്ത് വെച്ചേക്കാൻ പാടില്ല, ഒരു ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു കല്ലെറിയുമ്പോൾ 4 കല്ലല്ല, അതെറിഞ്ഞ കൈയെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അവരെപ്പറ്റി ഉൾപ്പെടെ സംസാരിക്കണം. ഇത് നാട്ടിലെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയമൊക്കെ വരും. പക്ഷേ നാട്ടിലൊരു നിയമമില്ലാതെ, നാട്ടിൽ നടക്കാൻ പറ്റാത്ത തരത്തിലേക്ക് എവിടെയും ഒളിച്ചിട്ട് എന്തും ചെയ്യുക. പ്രഖ്യാപിച്ച സമരങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ കരിങ്കൊടി കാണിക്കും എന്നൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. ഇത് ട്രെയിനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വഴി കൂടി പോകുമ്പോൾ ഒരു കാര്യമില്ലാതെ എന്തും കാണിക്കുക, അക്രമത്തിലേക്ക് പോവുക. വീട്ടിനകത്ത് എവിടെയെങ്കിലും ആക്രമിച്ച് കയറുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഒറ്റയ്ക്കല്ലേ നടക്കുന്നത്? ഞങ്ങളെല്ലാം ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ഞങ്ങളെല്ലാം രാത്രിയും പകലും യാത്ര ചെയ്യുമ്പോൾ നാളെ തോക്കുമായിട്ട് ആളെ കൊണ്ടാണ് നടക്കുന്നത്. അതോ അങ്ങനെ നടക്കുന്നൊരു സ്ഥിതി ഉണ്ടാവണോ കേരളത്തിൽ? ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും അംഗീകരിക്കാൻ പാടില്ല. നാളെ ഒരു വാർത്ത കൊടുത്താൽ മാധ്യമപ്രവർത്തകർ സ്വസ്ഥമായി നടക്കാൻ ഇവർ വിടുവോ? എന്ത് ഗുണ്ടായുസം കാണിക്കുന്നവർ? അത് ശക്തമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കണം. ഇതൊക്കെ ഇവരുടെ മാർഗത്തിലല്ല പ്രതിഷേധിക്കേണ്ടത്. അക്രമത്തിൻ്റെ രീതി അക്രമം കൊണ്ടല്ല, ജനാധിപത്യപരമായി പരമാവധി ആളെ സംഘടിപ്പിച്ച് അതിശക്തമായി പ്രതിഷേധിക്കണം, ഇവരെ ചെറുത്തു തോൽപ്പിക്കണം. കാരണം നാടിനാപത്ത ഇങ്ങനെയുള്ള ഈ കറുത്ത പുള്ളികൾ നമ്മുടെ നാട്ടിലെ ഇവരൊക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറാവണം.